ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ലോഗോസ് ക്വിസ് 2026 പാഠ്യഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന വീഡിയോസാണ് ഈ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്നും വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. AD 95 എവിടെ വെച്ച് യോഹന്നാൻ സുവിശേഷം രചന പൂർത്തീകരിച്ചു എന്നാണ് ആമുഖത്തിൽ കൊടുത്തിരിക്കുന്നത്. ഉത്തരം: എഫേസോസ്. യേശുവിൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളും ഏതു സുവിശേഷത്തിൻ്റെ ഉള്ളടക്കമാണ്? ഉത്തരം: യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 1 ആദ്യത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം: വചനം മാംസമായി. ആദിയിൽ ഉണ്ടായിരുന്ന വചനം ആരോടുകൂടെയായിരുന്നു എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്? ഉത്തരം: ദൈവത്തോടു കൂടെ. വചനം ആരായിരുന്നു എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം: ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. ആരെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്? ഉത്തരം: വചനം. ആരാണ് അവനെ സ്വീകരിക്കാതിരുന്നത്? ഉത്തരം: സ്വന്തം ജനം. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത് ആരെ പറ്റിയാണ്? ഉത്തരം: വചനം. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല, അവനിൽ എന്തുണ്ടായിരുന്നു എന്നാണ് 1-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം: ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ എന്തായിരുന്നു എന്നാണ് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം: വെളിച്ചം ആയിരുന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, ഡാഷിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. പൂരിപ്പിക്കുക. ഉത്തരം: വെളിച്ചത്തിന്. വിശ്വാസത്തിൻ്റെ സുവിശേഷം എന്നും ജീവൻ്റെ സുവിശേഷം എന്നും അറിയപ്പെടുന്ന സുവിശേഷം ഏത്? ഉത്തരം: വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം. ആദിയിൽ ഉണ്ടായിരുന്നത് എന്ത്? ഉത്തരം: വചനം. യോഹന്നാൻ്റെ 4-ാമത്തെ സുവിശേഷം എത്ര ഭാഗങ്ങളായി തരംതിരിക്കാം? ഉത്തരം: 2 ഭാഗങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 2 ഭാഗങ്ങൾ ഏവ? ഉത്തരം: അടയാളങ്ങളുടെ പുസ്തകം, മഹത്വത്തിൻ്റെ പുസ്തകം. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ഡാഷ് ലോകത്തിലേക്ക് വരുന്നുണ്ട്. പൂരിപ്പിക്കുക. ഉത്തരം: യഥാർത്ഥ വെളിച്ചം.
ആരാണ് അവനെ അറിയാതിരുന്നത്? ഉത്തരം: ലോകം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം എന്തിനുള്ള കഴിവ് നൽകി എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം: ദൈവമക്കളാകാൻ. അവർ ജനിച്ചത് എങ്ങനെയാണ് എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം: ദൈവത്തിൽ നിന്ന്. ആരുടെ പൂർണ്ണതയിൽ നിന്നും നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചു എന്നാണ് വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം: അവൻ്റെ പൂർണ്ണതയിൽ നിന്ന്. എന്തുകൊണ്ടെന്നാൽ നിയമം ഡാഷ് വഴി നൽകപ്പെട്ടു, പൂരിപ്പിക്കുക: മോശ വഴി. കൃപയും സത്യവും ആകട്ടെ ആരു വഴി ഉണ്ടായി എന്നാണ് 1-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം: യേശു ക്രിസ്തു വഴി. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ആരാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്? ഉത്തരം: ഏകജാതനാണ്. എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് ഡാഷ് കൊണ്ട് സ്നാനം നൽകുന്നത്? ഉത്തരം: പരിശുദ്ധാത്മാവ് കൊണ്ട്. ഞാൻ അത് കാണുകയും ഇവൻ ഡാഷ് ആണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു, പൂരിപ്പിക്കുക: ഉത്തരം: ദൈവപുത്രനാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകം എന്ത്? ഉത്തരം: ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എന്ത്? ഉത്തരം: എനിക്ക് മുമ്പ് തന്നെ ഇവൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇവനെ ആർക്ക് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് എന്നാണ് യോഹന്നാൻ പറയുന്നത്? ഉത്തരം: ഇസ്രായേലിന് വെളിപ്പെടുത്താൻ. റബി, അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്ന് അവർ ചോദിച്ചപ്പോൾ യേശു എന്തു പറഞ്ഞു? ഉത്തരം: വന്നു കാണുക. അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ആരുടെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു? ഉത്തരം: ശിമയോൻ പത്രോസിൻ്റെ സഹോദരൻ. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിൻ്റെ സഹോദരൻ ആരായിരുന്നു? ഉത്തരം: അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ ആരെ കണ്ടു എന്ന് പറഞ്ഞു? ഉത്തരം: മിശിഹായെ, ക്രിസ്തുവിനെ. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ യേശു അവനെ നോക്കി എന്താണ് പറഞ്ഞത്? ഉത്തരം: നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ് എന്ന്. കേപ്പ, അല്ലെങ്കിൽ എന്ത് എന്ന് നീ വിളിക്കപ്പെടുമെന്നാണ് യേശു ശിമയോനോട് പറഞ്ഞത്? ഉത്തരം: പാറ.
പീലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് എന്തു പറഞ്ഞു? ഉത്തരം: എന്നെ അനുഗമിക്കുക. പീലിപ്പോസ് അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ഡാഷിൽ നിന്നുള്ളവനായിരുന്നു. ഉത്തരം: ബെത്സേദ. പീലിപ്പോസ്, അന്ത്രയോസ്, പത്രോസ് എന്നിവരുടെ പട്ടണം ഏതായിരുന്നു? ഉത്തരം: ബെത്സേദ. പീലിപ്പോസ് ആരെയാണ് കണ്ട് യേശുവിനെക്കുറിച്ച് പറഞ്ഞത്? ഉത്തരം: നഥാനയേൽ. നഥാനയേലിനെ യേശു എവിടെയാണ് കണ്ടത്? ഉത്തരം: അത്തിമരച്ചുവട്ടിൽ. യേശു നഥാനയേലിനെ എന്തെന്നാണ് വിശേഷിപ്പിച്ചത്? ഉത്തരം: നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ എന്ന്. ഗലീലിയിലെ എവിടെയാണ് വിവാഹ വിരുന്നു നടന്നത്? ഉത്തരം: കാനായിൽ. ഗലീലിയയിലെ എവിടെയാണ് വിവാഹ വിരുന്നു നടന്നത്? ഉത്തരം: കാനായിൽ. റബി, അങ്ങ് ദൈവപുത്രനാണ് എന്നും മറ്റെന്തു കൂടിയാണ് എന്നുമാണ് നഥാനിയേൽ പറഞ്ഞത്? ഉത്തരം: ഇസ്രായേലിൻ്റെ രാജാവാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഡാഷ് തുറക്കപ്പെടുന്നതും ഡാഷ് കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. പൂരിപ്പിക്കുക. ഉത്തരം: സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും.